PSC കരിയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2026 ജനുവരി മുതൽ ജൂൺ വരെ നടന്നിട്ടുള്ള പ്രധാന ആനുകാലിക സംഭവങ്ങളാണ്. ചോദ്യോത്തര രൂപത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2026 52ാമത്തെ G7 ഉച്ചകോടിക്ക് വേദിയായത് ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ആണ് 52ാമത്തെ G7 ഉച്ചകോടിക്ക് വേദിയായത്. 2026 വുമൻസ് പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീം എന്താണ്? RCB ആണ്. ആരാണ്? RCB, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് കേട്ടോ. 2026 വുമൻസ് പ്രീമിയർ ലീഗ് നേടിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. 2025 ഹിന്ദി സാഹിത്യത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 ഹിന്ദി സാഹിത്യത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? മമത കാലിയ. ആരാണ്? മമത കാലിയാണ്. അപ്പോൾ 2026 52ാമത്തെ G7 വേദിയായത് ഏത് രാജ്യമാണ്? ഫ്രാൻസിനാണ് അല്ലേ. എത്രാമത്തതാണ്? 52ാമത്തത്. ഓക്കെ. 2026 ജൂണിൽ ഇന്ത്യയുടെ പുതിയ കരസേന മേധാവിയായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? 2026 ജൂണിൽ ഇന്ത്യയുടെ പുതിയ കരസേന മേധാവിയായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ധീരജ് സാഹു ആണ് അല്ലേ. ആരാണ്? ധീരജ് സാഹു ആണ് ഇന്ത്യയുടെ പുതിയ കരസേന മേധാവി. ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ആരാണ്? ധീരജ് സാഹു. ഇന്ത്യയുടെ 100ാമത് റാംസർ സൈറ്റായി പ്രഖ്യാപിച്ച ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം എവിടെയാണ് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം? ഉത്തർപ്രദേശിലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് ഏതാണ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം. ഓക്കെ. 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി ആരാണ്? മിറ ആൻഡ്രീവ. ആരാണ്? മിറ ആൻഡ്രീവയാണ് 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ കരസേന മേധാവി ആരാണ്? ധീരജ് സാഹു ആണ്. ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറിയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന കൃഷി രീതികളിലും പ്രകൃതി വിഭവ മാനേജ്മെൻറ്റും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് 9ാമത് പ്രൊഫസർ സ്വാമിനാഥൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പ്രധാനപ്പെട്ടതാണ് അല്ലേ. സ്വാമിനാഥൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കൃത്യു സാരോ. ആർക്കാണ്? കൃത്യു സാരോ. എന്താണ്? കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന കൃഷിരീതിയും പ്രകൃതി വിഭവ മാനേജ്മെൻറ്റിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് പ്രൊഫസർ സ്വാമിനാഥൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കൃത്യു സാരോയ്ക്കാണ്. ഓക്കെ. 2026 മെയ് മാസത്തിൽ തോമസ് കപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 2026 തോമസ് കപ്പ് നേടിയത് ആരാണ്? ചൈനയാണ് അല്ലേ. ഇതൊക്കെ ചോദിക്കാറുണ്ട്. 2026 തോമസ് കപ്പ് നേടിയ രാജ്യം ചൈനയാണ്. ലോകബാങ്കിലെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? ലോകബാങ്കിലെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ആരെയാണ് നിയമിച്ചത്? നീൽകാന്ത് മിശ്രയാണ് കേട്ടോ. ആരാണ്? നീൽകാന്ത് മിശ്ര. ലോകബാങ്കിലെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് നീൽകാന്ത് മിശ്ര. ഇപ്പോൾ തോമസ് കപ്പ് നേടിയത് 2026 തോമസ് കപ്പ് കിരീടം നേടിയത് ചൈനയാണ് എന്ന് ഓർക്കുക. സ്റ്റോക്ക്ഹോം വാളർ പ്രൈസ് 2026 ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവ് ആരാണ്? സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് 2026 ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവ് ഏത് രാജ്യത്തുള്ള ആരാണ്? ഇറാനിലെയാണ് കേട്ടോ. കാവേ മദാനിയാണ്. സ്റ്റോക്ക്ഹോം പുരസ്കാരം 2026 നേടിയത് ആരാണ്? ഇറാന്റെ കാവേ മദാനിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവാണ് അദ്ദേഹം. 2026 ഫിഡെ വനിതാ കാൻഡിഡേറ്റ് ടൂർണമെന്റ് ജയിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? 2026 ഫിഡെ വനിതാ കാൻഡിഡേറ്റ് ടൂർണമെന്റ് ജയിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആർ വൈശാലിയാണ് കേട്ടോ. ആരാണ്? ആർ വൈശാലിയാണ്. ഓക്കെ. സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ് ആണ്. അപ്പോൾ സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് നേടിയത് ആരാണ്? കാവേ മദാനി, ഇറാന്റെ വ്യക്തിയാണ്. ഫിഡെ വനിതാ കാൻഡിഡേറ്റ് ടൂർണമെന്റ് ജയിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആർ വൈശാലി ആണ്. സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് കാർലോസ് ആണ്. ഏത് സംസ്ഥാനത്തെ ഷിവാജിൽ പക്ഷി സങ്കേതമാണ് ഇന്ത്യയുടെ 99ാമത് റാംസർ സൈറ്റായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഉത്തർപ്രദേശിലെയാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ ഒരു പക്ഷി സങ്കേതമാണ് ഷിവാജിൽ പക്ഷി സങ്കേതം. എത്രാമത്തെ റാംസർ സൈറ്റ് ആണ്?
99ാമത്തെ റാംസർ സൈറ്റ് ആണ് അല്ലേ. അപ്പോൾ 99ാമത്തെ റാംസർ സൈറ്റും 100ാമത്തെ റാംസർ സൈറ്റും ഇവിടെ തന്നെയാണ്, ഉത്തർപ്രദേശിൽ തന്നെയാണ്. ഓക്കെ. ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനവും 3ാമത്തെ സംസ്ഥാനവുമായത് ഏതാണ്? എന്താണ് ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യമായിട്ട് ഉത്തരാഖണ്ഡ് നമ്മൾ പറഞ്ഞു അല്ലേ. ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. 3ാമത്തെ സംസ്ഥാനം ഇന്ത്യയിൽ മൊത്തത്തിൽ 3ാമത്തെ ഏതാണ്? ആസാമാണ്. 2026 ഏപ്രിലിൽ നിതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർപേഴ്സണായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? 2026 ഏപ്രിലിൽ നീതി ആയോഗിന്റെ പുതിയ VC ആയിട്ട് ആരെയാണ് നിയമിക്കപ്പെട്ടത്? ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ് അല്ലേ. ഇനി ഈ ക്വസ്റ്റ്യൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെക്കണം. ആദ്യത്തെ വനിതാ സൈനിക മേധാവിയായിട്ട് സൂസൻ കോയലിനെ നിയമിച്ച രാജ്യം ഏതാണ്? ആദ്യത്തെ വനിതാ സൈനിക മേധാവിയായി സൂസൻ കോയൽ നിയമിക്കപ്പെട്ട രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ് കേട്ടോ. എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. 2026 ICC പുരുഷ T20 ലോകകപ്പിന്റെ 10ാം പതിപ്പ് ഏത് ടീമാണ് ജയിച്ചത്? 2026 ICC പുരുഷ T20 ലോകകപ്പിന്റെ 10ാമത് എഡിഷൻ വിജയിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2026 യുനെസ്കോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച സംഘടന ഏതാണ്? യുനെസ്കോവിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2026 യുനെസ്കോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച സംഘടന ഏതാണ്? ആ സംഘടന? സുഡാനീസ് ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് എന്ന സംഘടനയാണ്. എന്താണ്? സുഡാനീസ് ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് എന്ന സംഘടനയാണ്. അപ്പോൾ ICC പുരുഷ T20 ലോകകപ്പിന്റെ 10ാം പതിപ്പ് 2026 വിജയിച്ച ടീം ഏതാണ്? ഇന്ത്യയാണ് എന്ന് ഓർക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ 81ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി 81ാമത് സമ്മേളനത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഫലീലു റഹ്മാനാണ്. ആരാണ്? ഫലീലു റഹ്മാൻ. ഓക്കെ. തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന് 2026 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടി. അത് ആരാണ് നേടിയത്? എന്താണ്? 2026 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കൃതി ഏതാണ്? നോവൽ ഏതാണ്? തായ്വാൻ ട്രാവലോഗാണ്. തായ്വാൻ ട്രാവലോഗ്. ആ കൃതി രചിച്ചത് ആരാണ്? യാങ് ഷുവാങ്ജി ആണ്. ആരാണ്? യാങ് ഷുവാങ്ജി ആണ് തായ്വാൻ ട്രാവലോഗ് രചിച്ചത്. ഈ ക്വസ്റ്റ്യൻ നോക്കി വെക്കണേ. ഇന്ത്യയും ഇറ്റലിയും ഏത് വർഷമാണ് സംസ്കാരത്തിന്റെയും ടൂറിസത്തിന്റെയും വർഷമായിട്ട് ആഘോഷിക്കുന്നത്? ഇന്ത്യയും ഇറ്റലിയും ഏത് വർഷമാണ് സംസ്കാരത്തിന്റെയും ടൂറിസത്തിന്റെയും വർഷമായിട്ട് ആഘോഷിക്കുന്നത്? ഏതാണ്? 2027 ആണ്. അപ്പോൾ തായ്വാൻ ട്രാവലോഗ് എന്ന നോവൽ 2026 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയിട്ടുണ്ട്. ആ തായ്വാൻ ട്രാവലോഗ് എന്ന നോവൽ രചിച്ചത് ആരാണ്? യാങ് ഷുവാങ്ജി ആണ്. ഓക്കെ. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ മാതൃക അതിർത്തി ഗ്രാമമായി വികസിപ്പിക്കുന്നത് ഏത് സ്ഥലത്തെയാണ്? എന്താണ്? വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ മാതൃക അതിർത്തി ഗ്രാമമായിട്ട് മാറാൻ പോകുന്നത് ഏത് ഗ്രാമമാണ്? ഏതാണ്? ലഡാക്കിലെ ചുമ്മൂർ എന്ന ഗ്രാമമാണ്. ഏതാണ്? ചുമ്മൂർ എന്ന ഗ്രാമമാണ്. ജൂൺ മാസത്തിലെ ആദ്യത്തെ 10 റാങ്കിങ്ങിൽ ഇടം പിടിച്ച ഒരേയൊരു ഇന്ത്യൻ ചെസ് താരം ആരാണ്? 2026 ജൂൺ മാസത്തിലെ ആദ്യ 10 റാങ്കിങ്ങിൽ ഇടം പിടിച്ച ഒരേയൊരു ഇന്ത്യൻ ചെസ് താരം ആരാണ്? അർജുൻ എറിഗൈസി ആണ്. ആരാണ്? അർജുൻ എറിഗൈസി ആണ്. ഓക്കെ. ലോക പരിസ്ഥിതി ദിനം 2026 ജൂൺ 5 കഴിഞ്ഞല്ലേ. അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്തായിരുന്നു? ഏതാണ്? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. എന്താണ്? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എന്നതാണ്. ഓക്കെ. അപ്പോൾ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിന് കീഴിൽ മാതൃക അതിർത്തി ഗ്രാമമായിട്ട് മാറാൻ പോകുന്ന ആദ്യത്തെ ഗ്രാമം ഏതാണ്? ചുമ്മൂർ എന്ന ഗ്രാമമാണ്. അതെവിടെയാണ്? ലഡാക്കിലാണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് സംസ്ഥാനത്തെ ക്യാബിനറ്റ് ആണ് മെയ് മാസത്തിൽ യൂണിഫോം സിവിൽ കോഡ് ബില്ലിന് അംഗീകാരം നൽകിയത്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് വരുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു? ആസാമാണെന്ന് പറഞ്ഞു അല്ലേ. മെയ് മാസത്തെ യൂണിഫോം സിവിൽ കോഡിന് അംഗീകാരം നൽകിയത് സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ഇന്ത്യൻ സൈന്യം ഏത് രാജ്യവുമായി ചേർന്നിട്ടാണ് സിംബാക്സ് 2026 എന്ന ഉഭയകക്ഷി സൈനിക അഭ്യാസം ആരംഭിച്ചത്? ആരാണ്? സിംഗപ്പൂറുമായിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയും സിംഗപ്പൂറും ചേർന്നിട്ടുള്ള സൈനിക അഭ്യാസം മിലിറ്ററി എക്സസൈസ് ഏതാണ് പേര്? സിംബാക്സ് എന്നാണ്. SINBAX സിംബാക്സ് എന്നാണ്. ഓക്കെ. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്?
ആരാണ്? പ്രശാന്ത് സീതാറാം ഗോഖലെയാണ് കേട്ടോ. അപ്പൊ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSEയുടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? പ്രശാന്ത് സീതാറാം ഗോഖലെ ആണ്. അപ്പോൾ ഇന്ത്യ സിംഗപ്പൂർ സൈനിക അഭ്യാസം ഏതാണ്? സിൻബാക്സ് ആണ്. ജൂണിൽ ഇന്ത്യയുടെ 100ാമത് റാംസർ സൈറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഉത്തർപ്രദേശിലെ സ്ഥലം ഏതാണ്? നമ്മൾ പറഞ്ഞു, ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. ഓക്കെ. മെയ് മാസം പുറത്തുവിട്ട 2026 മെയ് മാസത്തിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? എന്താണ്? മെയ് മാസത്തിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തതാണ്? 70ാമത്തെ സ്ഥാനമാണ്. എത്രയാണ്? 70ാമത്തെ സ്ഥാനമാണ് ഇന്ത്യ. ജൂണില് കർണാടകയുടെ 24ാമത് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരാണ്? 2026 ജൂണില് കർണാടകയുടെ 24ാമത് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരാണ്? DK ശിവകുമാർ ആണ്. ആരാണ്? DK ശിവകുമാർ ആണ് 24ാമത് കർണാടക മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തതാണ്? 2026 പ്രകാരം 70ആണ്. 100ാമത്തെ റാംസർ സൈറ്റ് ഏതാണ്? UPയിലെ ഉത്തർപ്രദേശിലെ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറിയാണ്. കർണാടകയിലെ 24ാമത് മുഖ്യമന്ത്രി ആരാണ്? DK ശിവകുമാർ ആണ്. 2026 T20 ലോകകപ്പ് ഫൈനലിൽ വിജയിച്ച രാജ്യം ഏതാണ്? 2026 T20 ലോകകപ്പ് ഫൈനൽ വിജയിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ആരാണ്? ഇന്ത്യയാണ് 2026 T20 ലോകകപ്പ് ഫൈനൽ വിജയിച്ച രാജ്യം. 2026 ഇന്ത്യയുടെ പുതിയ ചൈനീസ് അംബാസഡറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? 2026 ഇന്ത്യയുടെ പുതിയ ചൈനീസ് അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? വിക്രം ദൊരൈസ്വാമിയാണ്. അപ്പോൾ അംബാസഡർമാരൊക്കെ ചോദിക്കാറുണ്ട്. ചൈനയിലെ ഇന്ത്യ അംബാസഡർ ആരാണ്? വിക്രം ദൊരൈസ്വാമി ആണ്. ഓക്കെ. 2026 ഓസ്കാർ അവാർഡിലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 ഓസ്കാർ അവാർഡിലെ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് അല്ലേ? പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് 2026 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായക പുരസ്കാരം ലഭിച്ച വ്യക്തി. ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. അപ്പൊ ഇന്ത്യയുടെ പുതിയ ചൈനീസ് അംബാസിഡറുടെ പേര് എന്താണ്? വിക്രമാണ് അല്ലേ? എന്താണ്? വിക്രം ദൊരൈസ്വാമിയാണ്. 2026 T20 ലോകകപ്പ് വിജയിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2026 ഇന്ത്യയുടെ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായത് ആരാണ്? 2026 ഇന്ത്യയുടെ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പുതിയ ക്യാപ്റ്റനായത് ആരാണ്? ശ്രേയസ് അയ്യറാണ് അല്ലേ? ആരാണ്? ശ്രേയസ് അയ്യറാണ്. ഡിജിറ്റൽ എക്കോണമി 2026 റിപ്പോർട്ട് പ്രകാരം AI പ്രകടനത്തിൽ ഇന്ത്യയുടെ ആഗോള റാങ്കിംഗ് എത്രയാണ്? ഡിജിറ്റൽ എക്കോണമി 2026 റിപ്പോർട്ട് പ്രകാരം AI പ്രകടനത്തിലെ ഇന്ത്യയുടെ ആഗോള റാങ്ക് എത്രയാണ്? 4ാമത്തതാണ്. എത്രയാണ്? 4 ആണ്. ഓക്കെ. ആർടെമിസ് 2 ദൗത്യം വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ആർടെമിസ് 2 എന്ന പേരിൽ ദൗത്യം വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസയാണ് അല്ലേ? ഏതാണ്? നാസയാണ്. അപ്പോൾ ഡിജിറ്റൽ എക്കോണമി 2026 റിപ്പോർട്ട് പ്രകാരം AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രകടനത്തിൽ ഇന്ത്യയുടെ ആഗോള റാങ്ക് എത്രയാണ്? 4 എന്ന് ഓർത്തു വയ്ക്കുക. 2026 ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2026 ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് അല്ലേ? ഗുജറാത്താണ് ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത്. മാർച്ചിലെ യൂണിഫോം സിവിൽ കോഡ് ബില്ല് പാസ്സാക്കിയ 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. എന്താണ്? 2026 മാർച്ചിലെ യൂണിഫോം സിവിൽ കോഡ് ബില്ല് പാസ്സാക്കിയ 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് 26ാമത് അംഗമാകാൻ പോകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ 26ാമത് അംഗമാകാൻ പോകുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ് കേട്ടോ. ഈ പോയിന്റ് ഓർത്തു വയ്ക്കുക. ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയായിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ 2ാമത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 3ാമത് നിലവിൽ വന്നത് എവിടെയാണ്? ആസാമിലാണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ 26ാമത് അംഗമാകാൻ പോകുന്ന രാജ്യം ഏതാണ്? സൗദിയാണ്. ന്യൂഡൽഹി വേദിയായിട്ടുള്ള ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ്? ന്യൂഡൽഹിയിൽ നടന്നിട്ടുള്ള ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? എസ് ജയശങ്കർ ആണ്. ആരാണ്? എസ് ജയശങ്കർ. ലോക പത്ര സ്വാതന്ത്ര്യ സൂചിക 2026 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 57 ആണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ ലോക പത്ര സ്വാതന്ത്ര്യ സൂചിക 2026 ഇന്ത്യയുടെ സ്ഥാനം ഇൻഡെക്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രാമത്തതാണ്? 57ാം സ്ഥാനമാണ്. 2026 ലോക സന്തോഷ സൂചികയിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116 അപ്പോൾ 2026 ലോക സന്തോഷ സൂചിക വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116 2026 IPL കിരീടം നേടിയ ടീം ഏതാണ്? 2026 IPL കിരീടം നേടിയ ടീം ഏതാണ്? RCB ആണ് അല്ലേ? ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. 2026 IPL കിരീടം നേടിയത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് എസ് ജയശങ്കർ ആണ്. 2026 പത്മശ്രീ അവാർഡ് ലഭിച്ചവർ എത്ര പേരാണ്? 2026 പത്മശ്രീ അവാർഡ് ലഭിച്ചവർ എത്ര പേരാണ്? 113 പേർക്കാണ്. 113 പേർക്കാണ് 2026 പത്മശ്രീ ലഭിച്ചത്. ഓക്കെ. 2026 വിന്റർ ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത്? 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായത് എവിടെയാണ്? മിലാനോ കോർട്ടീന ആണ്. എവിടെയാണ്? മിലാനോ കോർട്ടീനയാണ് 2026 വിന്റർ ഒളിമ്പിക്സ് വേദിയായത്. 2026 വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 2026 വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്രയാണ്? 208 ആണ്. അപ്പോൾ 2026 പത്മശ്രീ ലഭിച്ചവർ എത്രയാണ്? 113 ആണ്. 2026 വിന്റർ ഒളിമ്പിക്സ് വേദിയായത് എവിടെയാണ്? മിലാനോ കോർട്ടീവയാണ്. ഓർത്തുവയ്ക്കുക. 2026 അന്താരാഷ്ട്ര ബുക്ക് പ്രൈസ് ലഭിച്ച പുസ്തകം ഏതാണ്? തായ്വാൻ ട്രാവലോഗാണ് അല്ലേ? ഏതാണ്? തായ്വാൻ ട്രാവലോഗാണ് അന്താരാഷ്ട്ര ബുക്ക് പ്രൈസ് ലഭിച്ച പുസ്തകം, നോവൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ചൈനയെ മറികടന്ന രാജ്യം ഏതാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരുന്നത് ചൈനയായിരുന്നു. ഇപ്പം അതിനെ മറികടന്ന് ആര് ഒന്നാമതെത്തിയിരുന്നു? ഇന്ത്യ അരി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നു. ഏത് രാജ്യമാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ അടുത്തിടെ കരാർ ഒപ്പിട്ടത്? എന്താണ്? ഏത് രാജ്യമാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനായിട്ട് ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. അപ്പോൾ 2026 ഇന്തോനേഷ്യ ബുക്ക് പ്രൈസ് ലഭിച്ചിട്ടുള്ള നോവൽ ഏതാണ്? തായ്വാൻ ട്രാവലോഗാണ് അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങുന്നതിനായിട്ട് കരാർ ഒപ്പിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലാണ്. ഈ പോയിന്റുകൾ ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ക്യാബിനറ്റ് ലെവൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഇൻ്റലിജൻസ് പോർട്ട്ഫോളിയോ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളത്തിലാണ് കേട്ടോ. കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ക്യാബിനറ്റ് ലെവൽ AI പോർട്ട്ഫോളിയോ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2026 23ാമത് ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? 2026 23ാമത് ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായിട്ട് ആതിഥേയത്വം വേദിയാവുന്ന രാജ്യം ഏതെല്ലാമാണ്? കാനഡ, മെക്സിക്കോ, USA. ഏതെല്ലാമാണ്? കാനഡ, മെക്സിക്കോ, USA എന്നിവരാണ്. ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? NS രാജസുബ്രഹ്മണ്യൻ. ആരാണ്? NS രാജസുബ്രഹ്മണ്യൻ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ക്യാബിനറ്റ് ലെവൽ AI പോർട്ട്ഫോളിയോ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളത്തിലാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ LPG വിതരണക്കാരായുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ LPG വിതരണക്കാരായുള്ള രാജ്യം ഏതാണ്? USA ആണ് അല്ലേ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഓക്കെ. ഏത് സംസ്ഥാന സർക്കാരാണ് സ്കൂളുകളിലെ പ്രഭാത അസംബ്ലിയിലെ വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയത്? ഏത് ഗവൺമെൻറ്റാണ്? ഏത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റാണ് സ്കൂളുകളിലെ പ്രഭാത അസംബ്ലിയിലെ വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയത്? എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. 2026 പത്മ പുരസ്കാര പട്ടികയിൽ മുൻ UGC ചെയർമാനായിട്ടുള്ള മമ്മിധാല ജഗദീഷ് കുമാറിന് ഏത് മേഖലയിലെ സംഭാവനകൾക്കാണ് പത്മശ്രീ ലഭിച്ചത്? ഏതിനാണ്? വിദ്യാഭ്യാസവും സാഹിത്യവും. ഓർത്തുവയ്ക്കുക എന്നേ ഉള്ളൂ. ഇന്ത്യയുടെ ഏറ്റവും വലിയ LPG വിതരണക്കാരായുള്ള രാജ്യം ഓർത്തുവയ്ക്കണം, USA ആണ്. സ്കൂളുകളിലെ പ്രഭാത അസംബ്ലിയിലെ വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയത് എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. ഈ പോയിന്റുകൾ രണ്ടും ഓർത്തുവയ്ക്കുക.
പുതിയ ഇന്ത്യ സാക്ഷരതാ പദ്ധതിക്ക് കീഴിൽ 99.93% സാക്ഷരതാ നിരക്ക് കൈവരിച്ച രണ്ടാമത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതിയ ഇന്ത്യൻ സാക്ഷരതാ പദ്ധതിക്ക് കീഴിൽ 99.93% സാക്ഷരതാ നിരക്ക് കൈവരിച്ച രണ്ടാമത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഡയറക്ടർ ജനറലായിട്ട് കാലാവധി നീട്ടിയത് ആരുടേതാണ്? നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഡയറക്ടർ ജനറൽ ആരാണ്? അനുരാഗ് ഖർഗാണ്. ആരാണ്? അനുരാഗ് ഖർഗാണ്. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ ലോക 1-ാം നമ്പർ ബോക്സർ ആയിട്ട് മാറിയത് ആരാണ്? വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ ലോക 1-ാം നമ്പർ ബോക്സറായി മാറിയത് ആരാണ്? ജാസ്മിൻ ലംബോറിയാണ്. ആരാണ്? ജാസ്മിൻ ലംബോറിയ. 2026 ഗോൾഡ് ആസ്ട്രോനോട്ടിക്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? 2026 ഗോൾഡ് ആസ്ട്രോനോട്ടിക്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 3 ആണ്. ഏതാണ്? ചന്ദ്രയാൻ 3 ആണ്. മാർച്ച് മാസത്തിൽ നേപ്പാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോൾ നിലവിൽ നേപ്പാളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പൊ നിലവിലുള്ളത് ആരാണ്? ബലേന്ദ്രയാണ്. ബലേന്ദ്ര ഷാ ആണ്. ബലേന്ദ്ര ഷാ എവിടത്തെയാണ്? നേപ്പാളിന്റെ പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനം എല്ലാ വർഷവും ഏത് തീയതിയാണ് ആഘോഷിക്കുന്നത്? ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആഘോഷിക്കുന്ന തീയതി എന്നാണ്? മെയ് 11 എന്നാണ്? മെയ് 11. ഓക്കെ. സേനയ്ക്ക് 100 റൈഫിളുകളും വെടിക്കോപ്പുകളും കൈമാറുന്നതിനായി മോംബാസ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഏതാണ്? എന്താണ്? സേനയ്ക്ക് 100 റൈഫിളുകളും വെടിക്കോപ്പുകളും നൽകാനായിട്ട് മോംബാസ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ്? യുദ്ധക്കപ്പൽ ഏതാണ്? INS ത്രിഗന്ധാണ്. എന്താണ്? INS ത്രിഗന്ധാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ ജോഡിയായി മാറിയത് ആരൊക്കെയാണ്? എന്താണ് ക്വസ്റ്റ്യൻ? സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ജോഡികളായിട്ട് മാറിയത് ഏതൊക്കെ സഖ്യമാണ്? സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ നേടിയത് ആരൊക്കെയാണ്? സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി എന്നിവരാണ്. എൻവിഡിയ എന്ന പേരിൽ പുറത്തിറങ്ങിയത് എന്താണ്? പുതിയ AI ചിപ്പാണ് അല്ലേ? പുതിയ AI ചിപ്പിന്റെ പേരാണ് എൻവിഡിയ. എൻവിഡിയ എന്നാണ് ചോദിച്ചാൽ അത് AI ചിപ്പാണ് എന്ന് ഓർക്കുക. ഓക്കെ. നെക്സ്റ്റ്, പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2.0 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2.0 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ഏത് സംസ്ഥാനമാണ്? ത്രിപുരയാണ്. ഇന്ത്യയിൽ അവയവദാനത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്? ഓർഗൻ ഡൊണേഷൻ നൽകുന്ന 1-ാം സ്ഥാനം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? അവയവദാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാടാണ് ഇന്ത്യയിലെ അവയവദാനം ഏറ്റവും 1-ാം സ്ഥാനത്ത് റാങ്കിങ്ങിൽ നിൽക്കുന്നത് തമിഴ്നാടാണ്. 4ാമത് ലോക ഓഷ്യൻ സയൻസ് കോൺഗ്രസ് സംഘടിപ്പിച്ചത് എവിടെയാണ്? 4ാമത്തെ ലോക ഓഷ്യൻ സയൻസ് കോൺഗ്രസ് സംഘടിപ്പിച്ചത് എവിടെയാണ്? ഗോവയിലാണ്. എവിടെയാണ്? ഗോവയിലാണ് 4ാമത്തെ ലോക ഓഷ്യൻ സയൻസ് കോൺഗ്രസ് സംഘടിപ്പിച്ച വേദി എവിടെയാണ്? ഗോവയാണ്. ഓക്കെ. ഒഡീഷയിൽ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവം ഏതാണ്? രാജ് പർബ ഫെസ്റ്റിവൽ. രാജ പർബ ഫെസ്റ്റിവൽ എന്ന് പറയും. അത് വേദി എവിടെയാണ് നടക്കുന്നത്? ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലം ചോദിക്കാറുണ്ട്. രാജ പർബ ഫെസ്റ്റിവൽ എവിടത്തെ ആഘോഷമാണ്? ഒഡീഷയിലെ ആഘോഷമാണ്. രാജ പർബ ഫെസ്റ്റിവൽ എവിടത്തെയാണ്? ഒഡീഷയിലെയാണ്. 2026 UEFA ചാമ്പ്യൻഷിപ്പ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് ഏത് ക്ലബ്ബാണ്? യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ് ഈ UEFA എന്ന് പറയുന്നത്. ആ UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് ഏത് ക്ലബ്ബാണ്? പാരീസ് സെന്റ് ജെർമൻസ് ആണ്. ഏതാണ്? പാരീസ് സെന്റ് ജെർമൻസ് ആണ് UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത്. ഓക്കെ. ചൈനയുടെ സ്പേസ് സ്റ്റേഷന്റെ പേര് എന്താണ്? ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷൻ അല്ലേ? ടിയാങ്കോങ് എന്ന് പറയുന്ന സ്പേസ് സ്റ്റേഷൻ എവിടത്തെയാണ്? ചൈനയുടേതാണ്. നെക്സ്റ്റ്, വിസ്റ്റൺ ക്രിക്കറ്റ് അവാർഡിലെ ലീഡിംഗ് വുമൺസ് ക്രിക്കറ്റർ ഓഫ് ദി വേൾഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വിസ്റ്റൺ ക്രിക്കറ്റ് അവാർഡ്സിലെ ലീഡിംഗ് വുമൺസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദീപ്തി ശർമ്മയാണ്. ആരാണത്? ദീപ്തി ശർമ്മയാണ്. വിസ്റ്റൺ ക്രിക്കറ്റേഴ്സ് ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? വെസ്റ്റേൺ ക്രിക്കറ്റേഴ്സ് ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? ശുഭ്മാൻ ഗിൽ, രവീന്ദ്ര ജഡേജ, ഋഷഭ് പന്ത്, മുഹമ്മദ് റിയാസ് എന്നിവരാണ്. ആരൊക്കെയാണ്? ശുഭ്മാൻ ഗിൽ, രവീന്ദ്ര ജഡേജ,
ഋഷഭ് പന്ത്, മുഹമ്മദ് സിറാജ് എന്നിവരാണ്. ഓർത്തുവയ്ക്കുക. ലഡാക്കിലെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഹിമാനികളുടെ ജലം സംരക്ഷിക്കുന്നതിനുമായി ആരംഭിച്ച പ്രൊജക്ട് ഏതാണ്? പ്രൊജക്ട് ഹിം സരോവർ എന്നാണ്. നടപ്പിലാക്കുന്നത് ഏത് മന്ത്രാലയമാണ്? പ്രൊജക്ട് ഹിം സരോവർ നടപ്പിലാക്കുന്ന മന്ത്രാലയം ഏതാണ്? ഭവന നഗരകാര്യ മന്ത്രാലയം. ഏതാണ്? ഭവന നഗരകാര്യ മന്ത്രാലയം. അപ്പോ പ്രൊജക്ട് ഹിം സരോവർ എന്താണ്? ലഡാക്കിലെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഹിമാലയങ്ങളിലെ ജലം സംരക്ഷിക്കാനുമായി ആരംഭിച്ച പ്രൊജക്റ്റാണ് പ്രൊജക്ട് ഹിം സരോവർ. ഓക്കെ. അപ്പൊ വെസ്റ്റേൺ ക്രിക്കറ്റ് അവാർഡിലെ ലീഡിംഗ് വുമൻസ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദീപ്തി ശർമ്മയാണ് എന്ന പോയിന്റ് ഓർത്തുവെക്കുക. ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ഇന്ത്യൻ നാവികസേനയിലെ ചീഫ് ഓഫ് ദി നേവൽ സ്റ്റാഫായി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എ കൃഷ്ണ സ്വാമിനാഥനാണ്. ആരാണ്? എ കൃഷ്ണ സ്വാമിനാഥനാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ആരാണ്? വീർ വിക്രം യാദവ് ആണ്. ഒന്ന് ഓർത്തുവെക്കുക. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ആണ് വീർ വിക്രം യാദവ്. ഓക്കെ. ഗണിതശാസ്ത്രത്തിലെ ഉന്നത പുരസ്കാരമാണല്ലേ ആബേൽ പ്രൈസ്. 2026 ലഭിച്ചത് ആർക്കാണ്? മിഷേൽ താലഗ്രാൻഡ് ആണ്. ആർക്കാണ്? മിഷേൽ താലഗ്രാൻഡ് ആണ് ഗണിതശാസ്ത്രത്തിലെ വലിയ പുരസ്കാരമായിട്ടുള്ള ആബേൽ പ്രൈസ് 2026 നേടിയത് ആരാണ്? മിഷേൽ താലഗ്രാൻഡ് ആണ്. മിഷേൽ താലഗ്രാൻഡ്. വടക്കേ ഇന്ത്യയിലെ രണ്ടാമത്തേതും രാജസ്ഥാനിലെ ആദ്യത്തേതും വാട്ടർ പോസിറ്റീവ് എയർപോർട്ടായി മാറിയത് ഏതാണ്? എന്താണ്? വടക്കേ ഇന്ത്യയിലെ രണ്ടാമത്തേതും രാജസ്ഥാനിലെ ആദ്യത്തേതുമായി വാട്ടർ പോസിറ്റീവ് എയർപോർട്ടായിട്ട് മാറിയത് ഏത് എയർപോർട്ടാണ്? ജയ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ് അല്ലെ. ഏതാണ്? ജയ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ബംഗ്ലാദേശിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ബംഗ്ലാദേശിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണർ ആരാണ്? ദേശി എന്ന വ്യക്തിയാണ്. ആരാണ്? ദേശിയാണ്. ഓക്കെ. 2026 മെയ് മാസത്തിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്ത മൂന്നാമത്തെ രാജ്യം ഏതാണ്? 2026 ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്ത മൂന്നാമത്തെ രാജ്യം ഏതാണ്? വെനസ്വേലയാണ്. ഏത് രാജ്യമാണ്? വെനസ്വേല ആണ്. മംഗോളിയയിൽ നടന്ന ഏഷ്യൻ ഇൻഡിവിജ്വൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ തമിഴ്നാട്ടിൽ നിന്നുള്ള താരം ആരാണ്? എന്താണ്? മംഗോളിയയിൽ നടന്ന ഏഷ്യൻ ഇൻഡിവിജ്വൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള തമിഴ്നാട്ടിലെ താരം ആരാണ്? സവിതാശ്രീ ഭാസ്കർ. സവിതാശ്രീ ഭാസ്കർ ഏതുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ചെസ് ആണ്. സവിത ഏതുമായി ബന്ധപ്പെടുന്നു? ചെസ് ആണ്. ഓക്കെ. തെരുവ് കച്ചവടക്കാർക്ക് വായ്പ നൽകുന്ന ഏത് പദ്ധതിയാണ് 6 വർഷം പൂർത്തിയാക്കിയത്? പദ്ധതികൾ ചോദിക്കാറുണ്ട്. ഏത് പദ്ധതിയാണ്? PM സ്വാനിധി എന്ന പദ്ധതിയാണ്. എന്താണ്? PM സ്വാനിധി തെരുവ് കച്ചവടക്കാർക്ക് വായ്പ നൽകാനുള്ള ഒരു പദ്ധതിയാണ്. 6 വർഷമായിട്ട് അത് പൂർത്തിയായിട്ടുണ്ട്. 6 വർഷം കാലാവധിയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. ഏത് പദ്ധതി? PM സ്വാനിധി എന്ന പദ്ധതിയാണ്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കോട്ട മതിലായ കുംഭൽഗഡ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കോട്ട മതിലായിട്ടുള്ള കുംഭൽഗഡ് കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? എന്താണ്? ഗ്ലോബൽ പീസ് ഇൻഡെക്സ് സമാധാന സൂചിക 2026 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 127 ആണ്. എത്രയാണ്? 127 ആണ്. ആസാമിലെ പ്രസിദ്ധമായ മുഗ സിൽക്ക് മേഖലയെ പ്രോത്സാഹിപ്പിക്കാനായി ആരംഭിച്ച ദൗത്യം പദ്ധതി ഏതാണ്? മിഷൻ മോഘ എന്നാണ് അല്ലെ. എന്താണ്? മിഷൻ മോഘ. ആസാമിലെ പ്രസിദ്ധമായ സിൽക്കാണ് അല്ലെ, മുഗ സിൽക്ക്. അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതി എന്നത് എന്താണ്? മിഷൻ മോഘ എന്നാണ്. മിഷൻ മോഘ ഏതുമായി ബന്ധപ്പെടുന്നു? ആസാമിലെ മുഗ സിൽക്കുമായി ബന്ധപ്പെടുന്ന പദ്ധതിയാണ് മിഷൻ മോഘ. ഇന്റലിജൻസ് ബ്യൂറോയുടെ IB-യുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ട വ്യക്ടർ ആരാണ്? ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? മഹേഷ് ദീക്ഷിത് ആണ്. ആരാണ്? മഹേഷ് ദീക്ഷിത് ആണ്. IB-യുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി മഹേഷ് ദീക്ഷിത് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.